ഗൈസ്, നമ്മളിന്ന് വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കാനഡ വരുന്ന പലർക്കും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ലൈക്ക് ഒരു റെൻ്റൽ യൂണിറ്റ് കണ്ടുപിടിക്കുക, വീട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ഇവിടുത്തെ ഹൗസിംഗ് മാർക്കറ്റിൻ്റെ ഷോർട്ടേജ് തന്നെ. പിന്നെ അത് തന്നെയല്ല, റെൻ്റൽ മാർക്കറ്റ് ഭയങ്കര ഹോട്ടാണ്. ലൈക്ക് നമുക്ക് അഫോർഡ് ചെയ്യാനൊക്കാത്ത രീതിയിൽ റെൻറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് വളരെ ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ചില്ലിവാക്ക് വരെ പോകുന്നു. ചില്ലിവാക്ക് എന്ന് പറഞ്ഞാൽ വാൻകൂവറിൽ നിന്ന് 100 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ നമ്മളത് നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ റെൻറ്റ് ചെയ്യാൻ ഇന്ന് എനിക്കൊരു 10 പേരോളം ഷോയിങ്ങിന് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ജൂലൈ 1 തൊട്ടാണ് വീട് അവൈലബിൾ. പക്ഷേ ഓൾറെഡി നമ്മുടെ ടെനൻസ് അവിടെ നിന്ന് മൂവ് ആയി. പക്ഷേ അപ്പോൾ വീട് ഓൾറെഡി എംപ്റ്റി ചെയ്ത് അവർ ക്ലീൻ ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജിൽ. അപ്പോൾ വാൻകൂവറിൽ നിന്ന് വിട്ട് വാൻകൂവർ, സറി, ലാംഗ്ലി, ആബട്സ്ഫോർഡ്, ചില്ലിവാക്ക്. നമ്മൾ ആബട്സ്ഫോർഡിൽ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ലൈക്ക് 40 മിനിറ്റ്സേ ഉള്ളൂ. വലിയൊരു ലോങ് ഡ്രൈവ് ഒന്നുമില്ല. 100 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് ജില്ലെന്ന് അങ്ങ് ചെല്ലാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആബട്സ്ഫോർഡിൽ നിന്ന് ചെന്ന് ഇവിടുന്ന് ആക്ച്വലി എനിക്കറിയത്തില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും ലൈക്ക് ചില്ലിവാക്ക് അല്ലെ ആബട്സ്ഫോർഡിനോട് അടുക്കുന്തോറും ഗ്യാസിന് വില കുറവാണ്. വാൻകൂവറിൽ ഇച്ചിരി കൂടുതൽ. വാൻകൂവറിൽ ഇന്ന് $1.85. അതേസമയം നമ്മൾ ആബട്സ്ഫോർഡിൽ നിന്നൊക്കെ അടിക്കാവുന്നുണ്ടെങ്കിൽ ഒരു 140 കിട്ടും. അതിൻ്റെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇത് കൂടുതലും ഗ്യാസൊക്കെ ഇവിടെ വരുന്നത് ആൽബർട്ടായിൽ നിന്ന് US നിന്നുമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇത് വാൻകൂവർ വരെ വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കുറവായിരിക്കും, എനിക്കറിയത്തില്ല. അറിയാവുന്ന ഒരാളുണ്ട്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ആബട്സ്ഫോർഡിൽ ചെന്ന് വെച്ചാൽ കോസ്കോയിൽ ഇച്ചിരൂടെ ഗ്യാസിന് വില കുറവ്. അപ്പോൾ കോസ്കോയിൽ നിന്ന് ഗ്യാസ് അടിച്ച് പിന്നെ നമുക്കൊരു ചെറിയ ഫുഡിങ് മാഫിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതിൽ പയ്യെ പോയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് ഇറങ്ങിയതാണ്. നല്ല വെതറുമാണ് കേസ്, നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഡ്രൈവൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ അത് തന്നെ ഒരു 3 o'clock ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേ പാക്ഡ് ആവും. പിന്നെ അങ്ങ് ട്രാഫിക്കിനകത്ത് നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ചോദിച്ചാൽ നേരത്തെ അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ ജില്ലെന്ന് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ഗായ്സ്, നമുക്ക് ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞില്ല. ജിൻഡോ ബ്രോ ജയിച്ചുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ റോക്കിയെ വിളിക്കാഞ്ഞതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഗൈസ്. റോക്കിയെ കൂടെ ഫൈനൽസിന് വിളിക്കാമായിരുന്നു. കാരണം റോക്കി ചെയ്തത് തെറ്റാണ്. പക്ഷെ റോക്കി ഒരുപാട് അതിനു വേണ്ടി അത് അപ്പോളജൈസ് ചെയ്തു. എനിവേസ് റോക്കിയെ കൂടെ വിളിക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും. നമ്മുടെ ഷെബിൻ ബ്രോ ഉണ്ടല്ലോ, സിനിമാടൻ, ആൾക്ക് കോൺടാക്ട്സ് ഉണ്ട് ഏഷ്യാനിലൊക്കെ. അപ്പോൾ പുള്ളി വഴി ചിലപ്പോൾ നമുക്കൊരു അവസരം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇത് ഏഷ്യാൻ്റെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ശമ്പളമൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് വന്ന് ചെയ്തു തരാം. ഒരു 10 ദിവസമെങ്കിലും അതിനകത്ത് നിൽക്കാൻ പറ്റിയാൽ. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ് ഗൈസ്. ചെട്ടയ്ക്ക് റോഡിൻ്റെ ഇടയ്ക്ക് എന്തോ കൺസ്ട്രക്ഷൻ മാഫിയ. അപ്പോൾ ഓക്കെ, ഇനി ആബട്സ്ഫോർഡ് ബ്രേക്ക് എടുക്കുമ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ആബട്സ്ഫോർഡ് വന്നു. ആബട്സ്ഫോർഡ് കോസ്കോയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ എനിവേസ് ടൈമുണ്ട്. എനിക്ക് 5 മണിക്കേ ഉള്ളൂ ഷോയിങ് അവിടെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചു, ഒരു വലിയ മനുഷ്യനാണ്, എമിൽ ബ്രോ എന്ന് പറയും. ലോജിസ്റ്റിക്സിന്റെ ഒരു അവസാന വാക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലോജിസ്റ്റിക്സിന്റെ ഒരു പ്രോ ആണ് ആള്. ആളുടെ വർക്ക് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇച്ചിരി കമ്പനിയുടെ ഒരു സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കേസ്. നമ്മളത് പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണ്. പിന്നെ ഇത് ഇപ്പം തന്നെ ഈ ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു $2 million വീടൊക്കെ മേടിച്ചു. പിന്നെ ആള് ലൈക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു. അപ്പം അങ്ങനെ ആളോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പുള്ളി പറഞ്ഞു തരും. പിന്നെ പേഴ്സണലായിട്ട് എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, ആളുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു ഈ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ്റെ ഒക്കെ ഒരുപാട് കോഴ്സസ് ചെയ്യാൻ പിള്ളേർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും. അപ്പോൾ ആളുടെ ഒരു വീഡിയോ ചെയ്യാം. ആളെ ഇന്ന് ഞാൻ കാണുന്നില്ല, പക്ഷെ ചെയ്യാം. കോസ്കോയുടെ ഗ്യാസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഗ്യാസ് അത്യാവശ്യം തീരാറായി. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും അടിച്ചു വെച്ചേ പോകാറുള്ളൂ. വാൻകൂവറിൽ ഇന്ന് 187 188 അങ്ങനെ എന്തോ ആയിരുന്നു ഇന്നത്തെ പ്രൈസ്. ഇവിടെ കോസ്കോയിൽ 157 ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് $20 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആബട്സ്ഫോർഡ് വെളിയിലുള്ളതിനെക്കാട്ടിലും ലൈക്ക് കോസ്കോയിൽ ആബട്സ്ഫോർഡ് പ്രോപ്പർ ആബട്സ്ഫോർഡ് അല്ലാത്ത ഗ്യാസ് സ്റ്റേഷനിലുള്ളതിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു 5-6 സെൻസിൻ്റെ ഡിഫറൻസും ഉണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ആളാണ്. ഇവിടെ ക്യൂ നിന്നാണ് നമ്മൾ ഗ്യാസ് അടിക്കാൻ. അത് വില കുറവായതുകൊണ്ടാണ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കോസ്കോയ്ക്ക് ഇങ്ങനെ ഇത്രയും കുറവിന് കിട്ടുന്നതെന്ന്. ചിലപ്പോൾ ഈ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും, അറിയത്തില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഗ്യാസ് അടിക്കാം ജിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ ഗ്യാസ് പ്രൈസ് 157. അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്.
അങ്ങനെ ഗൈസ് കോസ്കോ പർച്ചേസ് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ഹോട്ട് ഡോഗ് വാങ്ങി വിത്ത് പെപ്സി. ഇതിനിവിടെ $150 ഉള്ളൂ. അപ്പോൾ കോസ്കോയിൽ വരുന്നവരൊന്നും ഇത് മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. $1.5 ഇവിടെ ഒന്നും കിട്ടത്തില്ല ഗൈസ്. $1.5 സോറി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ യൂണിറ്റ്. ഇതൊരു 1 ബെഡ്റൂം, ഇതൊരു കിച്ചൺ കം ലിവിങ് ഏരിയ ഒന്നിച്ച് വന്നേക്കുന്നു. ഇവിടെ വാഷ്റൂം ഉണ്ട്, ലോണ്ട്രി, ഷവർ ഏരിയ. ഇത് ആക്ച്വലി ബാക്കിലോട്ടുള്ള ആക്സസ്, പക്ഷേ ഇത് ഈ യൂണിറ്റിൽ താമസിക്കുന്നവർക്കില്ല. പിന്നെ ഇതൊരു 1 ബെഡ്റൂം. അങ്ങനെ കഴിച്ച് ഒരു 4-5 പേര് ഇപ്പോൾ വന്ന് നമ്മളിപ്പോൾ ഷോയിങ് ഒക്കെ ഓൾമോസ്റ്റ് റാപ്പപ്പ് ചെയ്യുക. ഇനി 2 പേരും കൂടെ വരാനുണ്ട്, അവരെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ റെൻ്റൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മൾ ആക്ച്വലി അവർക്ക് സ്റ്റേബിൾ ഇൻകം ഉണ്ടോ, അവരുടെ ഒരു റെഫറൻസ് ചെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, എന്നിട്ടേ കൊടുക്കാവൂ. കാരണം വീടെടുക്കാൻ 100 പേര് കാണും, നമ്മളത് നോക്കി കണ്ടുമൊക്കെ കൊടുക്കാവൂ. കാരണം പിന്നെ നമുക്ക് വള്ളിയാകല്ലേ. അങ്ങനെ വള്ളിക്കെട്ടുകൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളതിനകത്തൊരു ക്രെഡിറ്റ് ചെക്കൊക്കെ ചെയ്യാൻ എല്ലാവരും സമ്മതിക്കത്തില്ല. പക്ഷെ അവരതിന് വില്ലിങ് ആണെങ്കിൽ നമ്മൾ വീട് കൊടുക്കത്തുള്ളൂ എന്നുള്ള സെറ്റപ്പിൽ നിന്ന് വേണം നിൽക്കാൻ. വീട് ഇവിടെ റെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ കൊടുത്തിട്ട് പിന്നെ വള്ളിയാകുന്ന ഒത്തിരി കേസുകളുണ്ട് കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ന്യൂ ഇമിഗ്രൻസിനൊക്കെ വീട് കിട്ടാനുള്ളൊരു വിഷമം. കാരണം ന്യൂ ഇമിഗ്രൻസിന് ജോലിയില്ല. അതാണ് പല ലാൻഡ് ലോഡ്സും വീട് കൊടുക്കാൻ മടിക്കുന്നത്. ജോലി സ്റ്റേബിളായിട്ടുള്ള ഇൻകം ഉള്ളവർക്ക് മാത്രമേ അവർ വീട് കൊടുക്കത്തുള്ളൂ. പക്ഷേ സ്റ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് ഇതിൻ്റെ ഇപ്പോൾ ഓരോ പ്രോവിൻസിലും ഡിഫറെൻറ്റ് കോൺട്രാക്ട്സാണ്. അത് നമ്മൾ ഇതിൻ്റെ കോൺട്രാക്ട്സ്, ഇതിൻ്റെ BC ടെനൻസി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ചെന്നിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെയും നമ്മുടെയും ലൈക്ക് റെൻറ്റ്, ഡാമേജ് ഡെപ്പോസിറ്റ്, പെറ്റ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും അത് എല്ലാം ആഡ് ചെയ്യണം. എന്നിട്ട് 2 പാർട്ടിയും സൈൻ ചെയ്ത് ആ കോൺട്രാക്ട് നമ്മൾ കീപ്പ് ചെയ്യണം. യൂഷ്വലി 6 to 1 year ഒക്കെ ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ഒക്കെ വെക്കുന്നത്. പിന്നെ മന്ത് ചെയ്യുന്നവരുണ്ട്. എപ്പോഴും ഒരു 6 months 1 year കോൺട്രാക്ട് എഴുതുന്നത് നല്ലത്.